പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ വഴി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ സഞ്ചരിപ്പാൻ സർവകൃപാലുവായ ദൈവം ഈ പ്രഭാതത്തിലും നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തിരുവെഴുത്ത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുന്നു. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കിടുന്നതിന് മുൻപേ ചെന്ന് കിടക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഈ 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ വചനം ശമൂവേലിന് ആദ്യം ഇപ്രകാരം പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തിരുവചനവുമായി കടന്നു വരുവാൻ ഈ വിശുദ്ധമായ ദിവസം ദൈവം ആമേൻ ഒരു അവസരം കൂടെ തന്നതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിച്ചും വളരെ ആമേൻ പ്രാർത്ഥനയോടുമായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗം ഇന്ന് പകൽക്കാലം ഓരോ രാജ്യങ്ങളിലും പട്ടണങ്ങളിലും വെളിപ്പെടേണ്ടതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പനിമിഷം ഈ വിശുദ്ധമായ പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ചോദിക്കുകയാണ്. 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. സ്തോത്രം. വളരെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആയിരക്കണക്കിന് ദൈവഭക്തന്മാർ പ്രസംഗിക്കപ്പെട്ട ആമേൻ ഒരു തിരുവെഴുത്താണ് ഈ ഞായറാഴ്ച പകലിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഇന്ന് പകലിൽ ഈ ആമേൻ വാക്യം നമുക്കറിയാം. യഹോവയുടെ വചനം ശമൂവേലിന് ആദ്യം ഇപ്രകാരം അറിയിക്കപ്പെട്ടു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ശമൂവേൽ ഏലി പുരോഹിതന്റെ ആലയത്തിൽ ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുൻപിൽ കിടക്കുന്നതിന് കാര്യമുണ്ട്. കാരണം തൻ്റെ അമ്മ ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ആമേൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധൈര്യം, ആ ശബ്ദം ഭയങ്കരമായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ സാന്നിധ്യവും നിറയപ്പെട്ട, അധരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, അധരം കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുന്ന, അധരം കൊണ്ട് ദൈവനാമത്തെ എന്നേക്കും ചേർത്ത് പിടിക്കുന്ന ഒരു ശബ്ദമായിരുന്നു ഹന്നയുടെ ശബ്ദം. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച ഒരു പൈതലാണ് ശമൂവേൽ. ശമൂവേലിനെ ദൈവം കൊടുക്കുമ്പോൾ ആ ആലയത്തിൽ തന്നെ അവനെ ഒരു നേർച്ചക്കിടാവായി അവിടെ അർപ്പിക്കുകയാണ്. നോക്കൂ, 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു: ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക്
ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലാതായിരുന്നു. കണ്ടോ, ആ സമയത്ത് നല്ല ആരാധനകളൊന്നും വെളിപ്പെടാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആരാധന വെളിപ്പെടാത്ത, അധികം ദർശനങ്ങളൊന്നുമില്ലാത്ത, അധികം ആത്മീകമായി മുൻപിലോട്ട് പോകാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനങ്ങളിൽ ഉള്ള സ്ഥലമല്ലായിരുന്നു. വളരെ ചുരുക്കം പേർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആലയത്തിനകത്താണ് ധൈര്യത്തോടെ ശമൂവേൽ വളർന്നു വരുന്നത്. ഈ കാലത്ത് ഇപ്പോഴത്തെ പോലെ ആരാധനകൾ വലുതായിട്ടില്ല. അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ഇന്നില്ലെങ്കിൽ അടുത്ത പ്രവാചകനെ തേടിപ്പോകുന്ന ആൾക്കാരെ നമുക്കറിയാം. സഭയിലെ പാസ്റ്റർ ഒരാഴ്ച ഇല്ലെങ്കിൽ അടുത്ത പാസ്റ്റർ തേടിപ്പോകുന്നവരെ നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു പ്രവാചകനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ആ സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആ പ്രവാചകനെ വിളിക്കാതെ അടുത്ത് വേറൊരു പ്രവാചകനെ തേടി പോകുന്ന ഘട്ടത്തിൽ കൂടെ നമ്മൾ ജീവിച്ചു വരുന്നത്. എന്നാൽ ഈ വിശുദ്ധമായ ദിവസം പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ദർശനമൊന്നുമില്ലാത്ത, ആമേൻ, ഏറെ ദർശനക്കാരൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ശമൂവേൽ വളർന്നു വരികയാണ്. ദൈവകുഞ്ഞെ, രണ്ടാമത്തെ വാക്യം പറഞ്ഞു, ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാൺമീൻ, ദൈവത്തിൻ്റെ മുൻപിൽ ഏലി പുരോഹിതൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുരോഹിതനായിരുന്നു. പക്ഷേ ഏലിയുടെ കണ്ണ് എന്ത് ചെയ്തു? മങ്ങി. അധികം കാഴ്ചയൊന്നുമില്ലാതെ വല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നോക്കിക്കേ, അവൻ്റെ കണ്ണ് ആമേൻ മങ്ങിത്തുടങ്ങിയ ആ സമയത്ത് അടുത്ത് ഒരു വ്യക്തിയെ ആ ആലയത്തിൽ ദൈവം എണീപ്പിക്കുക. ഏലിയുടെ കാഴ്ചയൊക്കെ മങ്ങിപ്പോയി. ദൈവം ഏലിയുടെ ഭവനക്കാരോട് നാശത്തെ ശമൂവേലിനോട് പറയുന്നത്. ഒന്ന്, അവിടെ ശമൂവേലിനെ ദൈവം തെരഞ്ഞെടുത്തതിൽ കുറേ കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കണം, നമ്മുടെ ദേശത്ത് ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ, അത് ആലയത്തിൽ ദൈവം നമ്മെ നിർത്തുമ്പോൾ, ഭവനത്തിൽ ഒരു മനുഷ്യനെ കർത്താവ് കാണുമ്പോൾ, അതിനകത്ത് വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം ആ ദേശത്തെക്കുറിച്ചും ആ സഭയെക്കുറിച്ചും ആ പുരോഹിതനെക്കുറിച്ചും അവിടുത്തെ തലമുറകളെക്കുറിച്ചും അവരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഒരു പ്രവാചകനെ ദൈവം ആ കാലത്ത് തിരഞ്ഞെടുക്കുക. ആ പ്രവാചകനാണ് ശമൂവേൽ. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, 9-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവർ ശീലോവിൽ വച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. നോക്കൂ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾ പ്രാർത്ഥനയ്ക്കായി കടന്നു ചെല്ലുകയാണ്. എന്നാൽ പുറപ്പാട് പുസ്തകം 27-ാമത്തെ അധ്യായത്തിൻ്റെ 20-21 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ലേവ്യ പുസ്തകം 24-ന്റെ 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോഴും
2 ദിനവൃത്താന്ത പുസ്തകം 13:11, 2 രാജാക്കന്മാരുടെ പുസ്തകം 21:12, യിരെമ്യാ പ്രവാചകൻ 19:3 ചേർത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവൻ്റെ മേൽ അത്യന്തം നിവർത്തിക്കുകയും. കണ്ടോ, ദൈവം പുരോഹിതന്റെ കുടുംബത്തെക്കുറിച്ച് മുൻകാലങ്ങളിൽ പറഞ്ഞത് കംപ്ലീറ്റും ഏലിയുടെ കണ്ണടയും മുൻപേ ദൈവം അവന്റെ കുടുംബത്തിൽ ചെയ്യും. ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ 2020 നിന്നെക്കുറിച്ച് എന്തെങ്കിലും ദൈവാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ജനിക്കുന്നതിന് മുൻപ്, നീ ജനിച്ച ശേഷം ദൈവം എന്താണോ നിന്നെക്കുറിച്ചും തലമുറയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പറഞ്ഞത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്താണോ അരുളി ചെയ്തത്, അത് ഈ തലമുറയിൽ അതുപോലെ സംഭവിക്കും. ശബനപരഗതുനി അതുരകരഗതനാകര ഹല്ലേലൂയ. ഇന്ന് പകലില് നിന്നെക്കുറിച്ച് ദൈവം പറഞ്ഞ ദൂതുകൾ ഒന്നുപോലും മാറാതെ നോക്കിക്കേ. സ്തോത്രം. ഈ അധ്യായം നമ്മൾ 3-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ അത്യന്തം നിവർത്തിക്കും. കണ്ടോ, അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്നു. അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് അവൻ അമർത്താതിരിക്കുമ്പോൾ ദൈവശിക്ഷ അവരുടെ കുടുംബത്തിൽ അയക്കുകയാണ്. എന്നാൽ അതിന്റെ 19-ാമത്തെ വാക്യം പറയും, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. സ്തോത്രം. ദാൻ മുതൽ ബേർശേവ വരെ ഉള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ശമൂവേലിൽ വച്ച് ശമൂവേലിനെ യഹോവയുടെ വചനത്തിൽ വെളിപ്പെടുത്തിയ ശേഷം, പ്രൈസ് ദി ലോർഡ്, യഹോവ വീണ്ടും ആമേൻ സ്തോത്രം ശീലോവിൽ വച്ച് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ദൈവത്തിന്റെ പ്രവൃത്തി ശൗലിൽ വച്ച് ശൗലിന്റെ മേൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം ശമൂവേലില്, ആമേൻ. 2, ശീലോവിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം ശമൂവേലിൽ യഹോവയുടെ വചനത്തിൽ നിവർത്തിച്ചെങ്കിൽ, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് കാണുന്ന ഒരു വലിയ വെളിപ്പാടുണ്ട് കേട്ടോ. അതിനായി നീ ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. 1 ശമൂവേലിന്റെ പുസ്തകം 2:21 നിങ്ങൾ പഠിക്കൂ. 1 ശമൂവേലിന്റെ പുസ്തകം 9:6 നിങ്ങൾ വായിച്ചു നോക്കൂ. 2 ശമൂവേൽ 3:9 നിങ്ങൾ വന്നോളൂ. ആമേൻ സ്തോത്രം. ഇത്യാദി വാക്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ ഭക്തൻ വിളിച്ചു പറയുന്നു, ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളേണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്ന് ആമേൻ നിന്നു. ആമേൻ മുമ്പത്തെ പോലെ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. സ്തോത്രം. ദൂത് കേട്ടോ,
ഞാൻ ചില കാര്യങ്ങൾ ഇസ്രായേലിൽ ചെയ്യാൻ പോയ ഷുഡമനരഗതന വൈഡകരാജകൽക്കനാദി. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഞാൻ ഒരു കാര്യം ഇസ്രായേലിൽ ചെയ്യും. ഇന്ന് പകലിൽ, ഈ ഞായറാഴ്ച, ഈ പ്രഭാതത്തിൽ, ഈ ജൂൺ മാസം 14-ാമത്തെ ദിവസം സ്വർഗം പറയുന്നു, ഞാൻ ചിലത് നിന്റെ ദേശത്ത് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ചിലത് നിന്റെ ദേശത്ത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്ന അവൻ്റെ ചെവി രണ്ടും മുഴങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ചിലത് ദൈവം ചെയ്യാൻ നമ്മുടെ കാതുകൾ തുറന്നു കൊടുത്തേ. ചിലത് ദൈവം ചെയ്യാൻ നമ്മളൊന്ന് തയ്യാറായി കൊടുത്തേ, നമ്മളൊന്ന് ഒരുങ്ങി കൊടുത്തേ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവിൻ്റെ അടുത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ജനത്തെ അങ്ങയുടെ പൊന്നുരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യണം. കർത്താവെ, ഈ വിശുദ്ധ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.